ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് മിൽക്ക് ബ്രെഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡ് എടുത്താൽ മതി. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ബ്രെഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ജാമോ തേനോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം. തേനും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.